UDF സർക്കാരിൻ്റെ കന്നി ബഡ്ജറ്റിൽ തന്നെ കല്ലുകടിയാണ്. അതും മദ്യത്തിൻ്റെ പേരിൽ. വില കുറഞ്ഞ മദ്യം നികുതി കുറച്ച് വിൽപ്പന നടത്താനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം പല സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്നത്. പാർട്ടിക്കകത്തു നിന്നും ഒപ്പം വിവിധ സഭകളുടെ നേതൃത്വത്തിൽ നിന്നും ചില സാമൂഹ്യ സംഘടനകളുടെ പേരിലുമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കകത്തെ ആദ്യ വെടി പൊട്ടിച്ചത് എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെയായിരുന്നു. സാധാരണഗതിയിൽ ഒരു മാറ്റം, പ്രത്യേകിച്ചും എക്സൈസ് വകുപ്പിൽ ഒരു മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആലോചന അനിവാര്യമാണ്. അത്തരത്തിൽ ഒരു ആലോചന നടന്നിട്ടില്ല എന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ അടുപ്പക്കാർ തന്നെ പറയുന്നത്. കാരണം മദ്യനയം പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നവരാണ് പൊതുജനം. പ്രത്യേകിച്ചും ഈ ബഡ്ജറ്റിൽ മദ്യത്തിൻ്റെ വില കൂടുമെന്നും പല മദ്യവും സർക്കാരിൻ്റെ മദ്യം ഉൾപ്പെടെ വിപണിയിൽ ഇല്ലാതാകും എന്നൊക്കെയായിരുന്നു പലരും സംസാരിച്ചിരുന്നത്. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യം വില കുറച്ച് വിപണിയിലെത്തും എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ചും ഇത് ആരെ സഹായിക്കാനാണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എക്സൈസ് മന്ത്രിക്കും പറയാനുള്ളത് ഇതാണ്. പ്രത്യേകിച്ചും മദ്യനയത്തിൽ ഒരു മാറ്റമൊക്കെ വരുത്തുമ്പോൾ ആ വകുപ്പോ അല്ലെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിയോ ഉദ്യോഗസ്ഥരോ ഒക്കെ അറിയണം. എന്നാൽ ആ പതിവ് ഇത്തവണ ഉണ്ടായില്ല, പ്രത്യേകിച്ചും ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ. കോൺഗ്രസിൻ്റെ മദ്യനയത്തിന് വിപരീതമാണ് ഇത്തരത്തിലൊരു നീക്കമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ UDF സർക്കാരിൻ്റെ സമയത്ത് ബാറുകൾ വരെ പൂട്ടിച്ച ഒരു രീതിയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അന്ന് പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് മദ്യനയത്തിനെതിരെ ഉണ്ടായത്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ മദ്യനയത്തെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയുമൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ UDF സർക്കാരിൻ്റെ സമയത്ത്. എന്നാൽ ഇത്തവണ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നികുതി കുറച്ച് വീര്യം കുറഞ്ഞ മദ്യം നൽകുന്നതിനെക്കുറിച്ചാണ് വലിയ തരത്തിലുള്ള ചർച്ച ഉയർന്നു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് ഇത് ഒരു വിവാദത്തിന് വരെ തിരികൊളുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ചും അവരുടെ നേതാക്കന്മാരെല്ലാം വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യം എക്സൈസ് മന്ത്രിയാണ് തുടങ്ങി വെച്ചതെങ്കിൽ തൊട്ടു പിന്നാലെ ഓപ്പറേഷൻ തൂഫാൻ നടത്തി ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു. അദ്ദേഹം തുറന്നൊന്നും പറഞ്ഞില്ല എങ്കിലും ചില കുത്തുകൾ കുത്തി. അതായത് ഓപ്പറേഷൻ തൂഫാന് വലിയ ജനസമ്മതി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ തന്നെ നികുതി ഇളവിൽ വില കുറച്ച് മദ്യം നൽകാൻ നടത്തുന്ന ഈ നീക്കം അത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ എത്തിയത് മുഖ്യമന്ത്രി VD സതീശന് മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി വലിയ പിന്തുണ അറിയിച്ച മുൻ KPCC അധ്യക്ഷൻ VM സുധീരനായിരുന്നു. VM സുധീരനും ഈ മദ്യനയത്തെ നഖശിഖാന്തം എതിർക്കുകയായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ ലൈൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പോക്ക് മദ്യത്തിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വേണ്ട എന്നും അത് കാണിച്ചുകൊണ്ടുള്ള ഒരു കത്തും VM സുധീരൻ മുഖ്യമന്ത്രിക്ക് തന്നെ എഴുതി. തൊട്ടു പിന്നാലെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ പ്രതികരിച്ചു. ഓരോന്നിനും ഓരോ നയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ചും മദ്യത്തിൻ്റെ കാര്യത്തിൽ. ആ മദ്യനയം നടപ്പാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനും UDFനും ഒക്കെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരു നയമുണ്ട്. നിലനിൽക്കുന്ന ആശങ്കകൾ, സംശയങ്ങൾ ഇതൊക്കെ തന്നെ പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതിൻ്റെ അർത്ഥം ഇത് സംബന്ധിച്ച ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള വിയോജിപ്പും എതിർപ്പുമൊക്കെ ഉയരുമ്പോൾ വിവിധ സഭകളും ശക്തിയായ വിയോജിപ്പാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ഒക്കെ തന്നെ അവരുടെ വിയോജിപ്പ് പത്രക്കുറിപ്പുകളിലൂടെയും പ്രസ്താവനകളിലൂടെയുമൊക്കെ അറിയിക്കുകയാണ്. മദ്യവിപത്തിനെതിരെ വലിയ പോരാട്ടം നടത്തുമെന്നുള്ള പ്രതീക്ഷയാണ് UDF സർക്കാരിൽ അവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി
വില കുറച്ച് മദ്യം നൽകാനുള്ള തീരുമാനം അത് ശരിയായില്ല എന്ന് തന്നെയാണ് ഓർത്തഡോക്സ് സഭയുടെയും കത്തോലിക്ക സഭയുടെയും ഒക്കെ നേതൃനിരയിലുള്ളവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ നിയമസഭയിൽ തന്നെ ഇതൊരു വലിയ ചർച്ചയായി മാറാം. പക്ഷേ എന്താണ് തീരുമാനം എന്നുള്ളത് അവസാനം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതായത് നിയമസഭയിൽ ബഡ്ജറ്റിന് അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രസംഗങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ ഒരു പക്ഷേ എന്താണ് ഇതിന് പിന്നിലെ സംഭവം, എന്താണ് തീരുമാനമെന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കുമായിരിക്കാം. എന്നാൽ തന്നെയും കന്നി ബഡ്ജറ്റിൽ തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ്, അതും മദ്യത്തിൻ്റെ പേരിലുണ്ടാകുന്നത് വലിയ തരത്തിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ തന്നെ നയപരമായ തീരുമാനം, ആ തീരുമാനത്തിന് ഇത്രയധികം വിയോജിപ്പുണ്ടാകുന്നത് മറ്റൊരു നാളിലും കണ്ടിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടും. ഇപ്പോഴത്തെ പ്രധാന ചർച്ച ഈ മദ്യനയത്തിൻ്റെ പിന്നിൽ ആരാണ്, മുഖ്യമന്ത്രിക്ക് പ്രചോദനം നൽകുന്നത് ആരാണ്, എന്താണ് ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യം, ഇതൊക്കെ ചോദ്യങ്ങളായി ഉയരുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഖനനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും. ഈ രണ്ട് വിഷയങ്ങളും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്.